ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ചിക്കൻ ചീസ് ഫ്രൈസ് ആണ്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് നന്നായി വൃത്തിയായി അരിഞ്ഞതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസിന് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി അതിൻ്റെ ഈർപ്പം പോകാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചൂടുവെള്ളം തിളപ്പിച്ച് ഈ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കുക. അതിനുശേഷം വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. അരിപ്പൊടി നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് മാറ്റാം. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചീസ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് ആദ്യം ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇടുക. അതിട്ട് നന്നായി ഇളകി വന്നതിന് ശേഷം ഒരു കുഞ്ഞു കപ്പിൽ ഒരു ഗ്ലാസ് പാലും ഒഴിക്കുക. അങ്ങനെ ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും നമുക്ക് ചേർക്കാം. ഈ മയണൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, കുറച്ച് പഞ്ചസാര എടുത്ത് മിക്സ് ചെയ്ത് ആദ്യത്തെ ഒരു വട്ടം അടിച്ചതിന് ശേഷം വീണ്ടും എടുത്ത് കുറച്ച് എണ്ണയും വിനാഗിരിയും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കുരുമുളക്, ചിക്കൻ മസാല, ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിൽ നന്നായി പുരട്ടി അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ലോഡഡ് ചിക്കൻ ചീസ് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. അത് ഒരു ലെയറായി ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് കുഞ്ഞായിട്ട് പീസായി കട്ട് ചെയ്തതിന് ശേഷം അത് ഒരു ലെയറായിട്ട് ഇടാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചീസ് സോസ് അതിന് മുകളിൽ ഒഴിക്കാം. അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയറായി വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ അതിന് മുകളിലായിട്ട് ഇടാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മയണൈസ് അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം അത് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വയ്ക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ലോഡഡ് ചിക്കൻ ചീസ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.